എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 3 അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യത്തെ അറിയിപ്പ്, സപ്ലൈകോ സബ്സിഡി സാധനങ്ങൾ നൽകുന്നതിന് മുമ്പ് യഥാർത്ഥ ഗുണഭോക്താവാണോ എന്ന് ആധാർ വിവരങ്ങൾ പരിശോധിച്ചു ഉറപ്പുവരുത്താൻ തീരുമാനിച്ചു. സപ്ലൈകോ സബ്സിഡി സാധനങ്ങളുടെ വിതരണത്തിലെ ക്രമക്കേടുകളും വരുമാന ചോർച്ചയും തടയുകയാണ് ലക്ഷ്യം. സപ്ലൈകോയുടെ 535 സൂപ്പർ മാർക്കറ്റുകളിലാണ് റേഷൻ കാർഡ് ഉടമകളുടെ വിരലടയാളം പരിശോധിച്ച് ആധാർ വിവരങ്ങൾ ഉറപ്പാക്കുന്ന സംവിധാനം ആദ്യം നടപ്പിലാക്കുന്നത്. ഇതിനായി റേഷൻ കാർഡ് മാനേജ്മെന്റ് സിസ്റ്റത്തിലെ RCMS ഡാറ്റ സപ്ലൈകോക്ക് നൽകാൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് തീരുമാനിച്ചു. നിലവിൽ സബ്സിഡി സാധനങ്ങൾ വാങ്ങുന്നവരുടെ റേഷൻ കാർഡ് നമ്പർ സപ്ലൈകോ രേഖപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ സബ്സിഡി സാധനങ്ങൾ വാങ്ങിയവരുടെ വിവരങ്ങൾ ദുരുപയോഗം ചെയ്ത് പിന്നീട് ക്രമക്കേട് നടത്തിയതായി സപ്ലൈകോ വിജിലൻസിന്റെയും പോലീസ് വിജിലൻസിന്റെയും പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ഇതുവഴി സപ്ലൈകോയ്ക്ക് വൻ വരുമാന ചോർച്ച ഉണ്ടായ സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം. അതേസമയം സബ്സിഡി സാധനങ്ങളുടെ വില വിപണി വിലക്ക് ആനുപാതികമായി വർദ്ധിപ്പിക്കണമെന്ന വിദഗ്ധ സമിതിയുടെ ശുപാർശയിൽ സർക്കാർ ഇനിയും തീരുമാനമെടുത്തിട്ടില്ല. നിലവിൽ സപ്ലൈകോ സബ്സിഡി സാധനങ്ങൾക്ക് 2016 മുതൽ ഒരേ വിലയാണ്. ഇനി അങ്ങനെ ഉണ്ടാകില്ല. എല്ലാ 3 മാസം കൂടുമ്പോഴും വിപണി വിലയ്ക്കനുസരിച്ച് വിലയിൽ മാറ്റം വരുത്തേണ്ടി വരും എന്നാണ് വിദഗ്ധ സമിതി അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. 13 ഇനം സബ്സിഡി സാധനങ്ങൾ നൽകുമ്പോൾ 13 ഇനം സബ്സിഡി സാധനങ്ങൾക്ക് പകരം 18 ഇനം സബ്സിഡി സാധനങ്ങളിൽ ഉൾപ്പെടുത്തി ഉപഭോക്താവിന് അതിൽ ഇഷ്ടമുള്ള 13 ഇനം സാധനങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സംവിധാനം ഒരുക്കാനും വിദഗ്ധ സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാവുമ്പോൾ ഏതെങ്കിലും ഒരു ഇനം കമ്മിയുണ്ട് എങ്കിൽ പകരം മറ്റൊന്ന് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇനി മുതൽ സബ്സിഡി സാധനങ്ങൾ ലഭിക്കണമെങ്കിൽ റേഷൻ കടയിലേതുപോലെ വിരലമർത്തേണ്ടി വരും. ആദ്യഘട്ടത്തിൽ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിലാണ് നടപ്പിലാക്കുന്നത്. പിന്നീടാണ് ഇത് മാവേലി സ്റ്റോറുകളിലേക്ക് വ്യാപിപ്പിക്കുക. ഇത് നടപ്പിലാക്കിയാലും ഇല്ലെങ്കിലും ഇപ്പോൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ പൂച്ചപ്പെറ്റ് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അരി പോലും ഇല്ലാത്ത സ്ഥിതിയാണുള്ളത്. വില കൂട്ടാനുള്ള ഒരു തീരുമാനം ഉടനെ സർക്കാർ എടുത്തിട്ടില്ല എങ്കിൽ ഈ സബ്സിഡി സാധനങ്ങളും മറ്റ് വിഹിതങ്ങളും സപ്ലൈകോയിലേക്ക് ഉടൻ എത്തില്ല എന്ന് ഉറപ്പാണ്. ചിലപ്പോൾ അത് ലോക്സഭാ ഇലക്ഷൻ കഴിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. കാരണം വിദഗ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ഒരുപാട് നാളായി. അതിനുശേഷം 3 മന്ത്രിസഭാ യോഗം കഴിഞ്ഞിട്ടും സർക്കാർ ഇതുവരെ അതിനൊരു തീരുമാനം എടുത്തിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സംസ്ഥാനത്തെ റേഷൻ വിതരണവും മുടങ്ങുകയാണ്. റേഷൻ സാധനങ്ങൾ വിതരണം ചെയ്ത വകയിൽ ട്രാൻസ്പോർട്ടേഷൻ കരാറുകൾക്ക് നൽകേണ്ട 100 കോടി രൂപയോളം സർക്കാർ നൽകാത്ത സാഹചര്യത്തിൽ ഭക്ഷ്യസാധനങ്ങൾ FCIയിൽ നിന്നും ഗോഡൌണുകളിലേക്കും അവിടെ നിന്ന് റേഷൻ കടകളിലേക്കും ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ എത്തിക്കേണ്ടതില്ല എന്ന് കൊച്ചിയിൽ ചേർന്ന ട്രാൻസ്പോർട്ടേഷൻ കരാറുകാരുടെ യോഗം തീരുമാനിച്ചു. അടിയന്തരമായി 34 കോടിയെങ്കിലും അനുവദിക്കാത്ത പക്ഷം അനിശ്ചിതകാല സമരം തുടരാനാണ് തീരുമാനം. ഇങ്ങനെയാണ് എങ്കിൽ നിലവിൽ റേഷൻ കടകളിലെ സ്റ്റോക്കുകൾ തീർന്നാൽ പിന്നീട് റേഷൻ കടകളിലേക്ക് സാധനങ്ങൾ എത്തില്ല. പല റേഷൻ കടകളിലേക്കും ജനുവരിയിൽ വിതരണം ചെയ്യേണ്ട ആട്ട, പഞ്ചസാര ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇനിയും എത്തിയിട്ടില്ല. കേന്ദ്ര ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരം സംഭരണവും വിതരണവും നടത്താൻ പ്രതിമാസം ഗതാഗതം കൈകാര്യം ചെയ്യുന്ന ചെലവിലേക്ക് കരാറുകാരന് സർക്കാർ നൽകേണ്ടത് 26 മുതൽ 30 കോടി രൂപ വരെയാണ്. ഇതിൽ 10% ഓഡിറ്റ് പൂർത്തിയാക്കുന്ന മുറക്ക് നൽകാറുണ്ട്. 90% കരാറുകാർക്കാണ് അനുവദിക്കുന്നത്. എന്നാൽ 2001 മുതൽ ഈ 10% തുക കരാറുകാർക്ക് സർക്കാർ നൽകിയിട്ടില്ല. ഓഡിറ്റ് പൂർത്തിയാക്കിയിട്ടില്ല എന്ന കാരണമാണ് ഭക്ഷ്യവകുപ്പ് ഇതിന് ചൂണ്ടിക്കാണിച്ചത്. ഇതിന് പുറമെയാണ് സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള തുകയും കിട്ടാത്തത്. പണം ലഭിക്കാതായതോടെ ചുമട്ടുതൊഴിലാളികൾ, വാതിൽപ്പടി വിതരണം നടത്തുന്ന മേഖലകളിലെ ഇറക്കു തൊഴിലാളികൾ, വാഹനങ്ങൾക്ക് ഇന്ധനം നൽകുന്ന പമ്പുടമകൾ, വാഹന ഡ്രൈവർമാർ എന്നിവർക്ക് മാസങ്ങളായി പണം നൽകാൻ സാധിച്ചിട്ടില്ല. സർക്കാർ പണം നൽകാതെ വന്നതോടെ കരാറുകാരിൽ ഭൂരിഭാഗവും ജപ്തി ഭീഷണിയിലാണ്. കഴിഞ്ഞ മാസം കരാറുകാർ അനിശ്ചിതകാല സമരം തീരുമാനിച്ചിരുന്നു എങ്കിലും സപ്ലൈകോ CMDയുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സമരത്തിൽ നിന്നും പിന്മാറി. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലെ കുടിശ്ശിക നവംബർ 27-നകം നൽകുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിരുന്നു എങ്കിലും അതിൽ 14 കോടി മാത്രമാണ് അനുവദിച്ചത് എന്ന് കരാറുകാർ ആരോപിക്കുന്നു. ബാക്കി തുക ജനുവരി 10-ന് നൽകാമെന്ന് ഭക്ഷ്യവകുപ്പ് അറിയിച്ചിരുന്നു എങ്കിലും ലഭിക്കാതെ വന്നതോടെയാണ് സമരപരിപാടികളിലേക്ക് നീങ്ങാൻ കരാറുകാർ നിർബന്ധിതരായത്. പരമാവധി സഹിച്ചു എന്നും ഇനി നടക്കില്ല എന്നുമാണ് കരാറുകാർ പറയുന്നത്.
സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞ് ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുമ്പോൾ സംസ്ഥാനത്തിൻ്റെ പൊതുവിതരണം പാടെ താളം തെറ്റുകയാണ്. സപ്ലൈകോ മാവേലി സ്റ്റോറുകളിൽ സാധനങ്ങൾ തീർന്നിട്ട് മാസങ്ങളായി. ഓണം ക്രിസ്മസിന് പോലും കൃത്യമായി സാധനങ്ങൾ ലഭിച്ചില്ല. ഇപ്പോഴിതാ റേഷൻ വിതരണവും ആകെ അവതാളത്തിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ സംസ്ഥാനത്ത് ഇനി ഞായറാഴ്ച റേഷൻ കട അവധിയാണ്. അവധിക്ക് ശേഷം 15-ാം തീയതി തിങ്കളാഴ്ച മുതൽ റേഷൻ വിതരണം ആരംഭിക്കുമ്പോൾ നിലവിൽ റേഷൻ കടയിലുള്ള സ്റ്റോക്കുകൾ വാങ്ങുക. അത് കഴിഞ്ഞാൽ അതും കിട്ടില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ പോയി വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ഇതുവരെയും